Hi everyone. AFS +2 AFS ഫിഫ്ത്ത് ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് റേഷ്യോസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? അക്കൗണ്ടിംഗ് റേഷ്യോസിന്റെ മീനിങ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ് എന്നിവയൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വേരിയസ് ടൈപ്പ് ഓഫ് റേഷ്യോസ് ഉണ്ട്. ഉദാഹരണത്തിന് ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, ആക്ടിവിറ്റി ഓർ എഫിഷ്യൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. അപ്പൊ ഈ റേഷ്യോസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കും. ഒരു സ്ഥാപനത്തിന്റെ സോൾവൻസി, ലിക്വിഡിറ്റി, എഫിഷ്യൻസി, പ്രോഫിറ്റബിലിറ്റി എന്നിവ അസസ് ചെയ്യുന്നതിനായിട്ട് വേരിയസ് റേഷ്യോസ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കും. ദെൻ കാൽക്കുലേറ്റ് ചെയ്ത റേഷ്യോസ് ഉപയോഗിച്ചിട്ട് ഇൻട്രാഫേം കമ്പാരിസൺ പറഞ്ഞാൽ എന്താണ്? ഒരേ സ്ഥാപനത്തിനുള്ളിലുള്ള ഡിഫറെന്റ് പീരീഡ്സ് വെച്ചിട്ടുള്ള അക്കൗണ്ടിങ് പീരീഡ്സ് വെച്ചിട്ടുള്ള കമ്പാരിസൺ. അതേപോലെ തന്നെ ഇന്റർഫേം കമ്പാരിസൺ, വ്യത്യസ്ത സ്ഥാപനങ്ങൾ തമ്മിലുള്ള കമ്പാരിസണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർഫേം കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻട്രാഫേം കമ്പാരിസണും ഇന്റർഫേം കമ്പാരിസൺസും ഇന്റർപ്രറ്റ് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അക്കൗണ്ടിംഗ് റേഷ്യോസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നിവയുടെ പ്രധാന ലക്ഷ്യം ഒരു ബിസിനസ് എന്റർപ്രൈസസിന്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഡിസിഷൻ മേക്കേഴ്സിന്റെ ആവശ്യങ്ങൾക്കായിട്ട് നൽകുന്നതാണ്. കോർപ്പറേറ്റ് സെക്ടറിൽ തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പബ്ലിഷ് ചെയ്യപ്പെടും. അപ്പൊ അത് ഡിസിഷൻ മേക്കർക്ക് ലഭ്യമാകുകയും ചെയ്യും. ഈ സ്റ്റേറ്റ്മെന്റിൽ നൽകിയിരിക്കുന്ന ഫിനാൻഷ്യൽ ഡാറ്റ അനലൈസ്, കമ്പയർ, ഇന്റർപ്രറ്റ് എന്നിവ ചെയ്യാതെ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റില്ല. ഈ പ്രോസസ്സിനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇത് അക്കൗണ്ടിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ് ഏതൊക്കെയാണ്? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, ട്രെൻഡ് അനാലിസിസ്, അക്കൗണ്ടിംഗ് റേഷ്യോസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഇതൊക്കെയാണ്. ഇവയിൽ ആദ്യത്തെ 3 ടെക്നിക്സ് നമ്മൾ മുൻപുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഈ ചാപ്റ്ററിൽ അക്കൗണ്ടിംഗ് റേഷ്യോസ് എന്ന ടെക്നിക്കിനെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള വിവരങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഒരു സ്ഥാപനത്തിന്റെ സോൾവൻസി, എഫിഷ്യൻസി, പ്രോഫിറ്റബിലിറ്റി എന്നിവ അസസ് ചെയ്യാനായിട്ടാണ് അക്കൗണ്ടിംഗ് റേഷ്യോസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ അക്കൗണ്ടിംഗ് റേഷ്യോസ് എന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. ഒരു റേഷ്യോ എന്നത് രണ്ടോ അതിലധികമോ നമ്പറുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ നമ്പറാണ്. ഇത് ഫ്രാക്ഷൻ ആവാം, പ്രൊപ്പോർഷൻ ആവാം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആവാം, അതും അല്ലെങ്കിൽ നമ്പർ ഓഫ് ടൈംസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? റേഷ്യോസ് മെൻഷൻ ചെയ്യുന്നുണ്ടാവുക. രണ്ട് അക്കൗണ്ടിംഗ് നമ്പേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നെടുത്ത് കണക്കാക്കുന്ന റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ടിംഗ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് ഗ്രോസ് പ്രോഫിറ്റ് 10,000 ആണെന്ന് കരുതുക. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 1 lakh ആയാൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് 10,000, റവന്യൂ ഫ്രം ഓപ്പറേഷൻ 1 lakh ഇൻറ്റു 100. അപ്പൊ 10% കിട്ടും. അതായത് ഗ്രോസ് പ്രോഫിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷന്റെ 10% ആണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 6 എന്നുള്ള രീതിക്കാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഇൻവെന്ററി 6 തവണ റവന്യൂ ഫ്രം ഓപ്പറേഷനിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ അക്കൗണ്ടിംഗ് റേഷ്യോസ് എന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നെടുത്ത അക്കൗണ്ടിംഗ് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ്. റേഷ്യോസ് ഡിറൈവ്ഡ് നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വല്ല എററും ഉണ്ടെന്നുണ്ടെങ്കിൽ റേഷ്യോയും എന്താവും? എററായി പോകും. അതായത് തെറ്റായിട്ടായിരിക്കും അത് പിക്ചറൈസ് ചെയ്യുന്നുണ്ടാവുക. രണ്ട് നമ്പറുകൾ മീനിങ് റിലേറ്റഡ് ആയിരിക്കണം. ബന്ധമില്ലാത്ത നമ്പറുകൾ ഉപയോഗിച്ച് റേഷ്യോ കണക്കാക്കുന്നത് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാവില്ല. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സപ്പോസ് ഫർണിച്ചർ 1 lakh rupees ഉണ്ട്, പർച്ചേസസ് 3 lakh rupees ഉണ്ട് എന്ന് വെക്കുക. നമ്മളിപ്പോൾ റേഷ്യോ കണക്കാക്കുകയാണ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ഫർണിച്ചർ. അപ്പോൾ 3 lakh ഡിവൈഡഡ് ബൈ 1 lakh is equal to 3.
ഈ റേഷ്യോക്ക് യാതൊരു പ്രസക്തിയും ഇല്ല. കാരണം ഫർണിച്ചറും പർച്ചേസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ അങ്ങനെ ഒരു റേഷ്യോ കണ്ടുപിടിച്ചിട്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. Objectives of ratio analysis. റേഷ്യോ അനാലിസിസ് എന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കാണിക്കുന്ന റിസൾട്ട്സിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കാനാവാത്ത ഒരു ഭാഗമാണ്. ഇത് യൂസേഴ്സിന് വളരെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നൽകുകയും കൂടാതെ പരിശോധിക്കേണ്ട ഏരിയാസ്, അതായത് ഏരിയാസ് വിച്ച് റിക്വയർ ഇൻവെസ്റ്റിഗേഷൻ ഏതൊക്കെയാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. റേഷ്യോ അനാലിസിസ് എന്നത് ഒരു അരിത്തമെറ്റിക്കൽ റിലേഷൻഷിപ്സ് ഉപയോഗിച്ച് ഡാറ്റ റീഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. പക്ഷെ അതിന്റെ ഇന്റർപ്രറ്റേഷൻ ചെയ്യാന്നുള്ളത് കുറെ കൂടെ എന്താണ്, കോംപ്ലക്സ് ആണ്. കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്ന രീതിയും നിയമങ്ങളും എന്താണ്, നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. റേഷ്യോ അനാലിസിസ് ശരിയായി ചെയ്താൽ അനലിസ്റ്റിനെ സഹായിക്കുന്ന നിരവധി വിവരങ്ങൾ നൽകും. ഉദാഹരണം പറയുകയാണെങ്കിൽ ബിസിനസ്സിലെ കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന പൊട്ടൻഷ്യൽ ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിക്കും. ബിസിനസ്സിൽ ശരിയായ ദിശയിൽ എന്താ പറയാ, നമ്മൾ എഫേർട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ മെച്ചപ്പെടുത്താൻ കഴിയുന്ന പൊട്ടൻഷ്യൽ ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് റേഷ്യോ അനാലിസിസ് വഴി നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ തരും. അതേപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, സോൾവൻസി, എഫിഷ്യൻസി എന്നിവ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ലാഭ സാധ്യത, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം പേയ്മെന്റ്സ് ചെയ്യാനുള്ള ശേഷി, സോൾവൻസി എന്ന് പറഞ്ഞാൽ ലോങ് ടേം ലയബിലിറ്റീസ് അടയ്ക്കാനുള്ള ശേഷി, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് എത്ര കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇവയെ എല്ലാ ഭാഗങ്ങളിലും ഗൗരവമായി വിലയിരുത്താനായിട്ട് റേഷ്യോ അനാലിസിസ് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്രോസ് സെക്ഷണൽ അനാലിസിസ് നടത്താനായിട്ട്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട്, ബിസിനസിന്റെ പെർഫോമൻസ് അതേ ഇൻഡസ്ട്രിയിലെ മറ്റ് ബിസിനസ്സുകളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് റേഷ്യോ അനാലിസിസ് വളരെ ഉപകരിക്കും. അതേപോലെ തന്നെ ഫ്യൂച്ചർ പ്രൊജക്ഷൻസ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചർ പെർഫോമൻസ്, അതിന്റെ ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി എന്നിവയൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് റേഷ്യോ അനാലിസിസ് വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. Advantages of ratio analysis. റേഷ്യോ അനാലിസിസ് ശരിയായി ചെയ്താൽ ഒരു ബിസിനസ് എത്ര എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് യൂസേഴ്സിന് മനസ്സിലാക്കാനായിട്ട് വളരെയധികം സാധിക്കും. ന്യൂമറിക്കൽ റിലേഷൻഷിപ്സ് ബിസിനസിന്റെ മറിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തുന്നു. ശരിയായിട്ട് അനലൈസ് ചെയ്താൽ റേഷ്യോ അനാലിസിസ് ബിസിനസിന്റെ പല പ്രോബ്ലം ഏരിയാസും, പ്രശ്നങ്ങളുള്ള ഭാഗങ്ങളും അതേപോലെ ബ്രൈറ്റ് സ്പോട്സും, നന്നായി പ്രവർത്തിക്കുന്ന ഭാഗങ്ങളെയും കണ്ടെത്താനായിട്ട് സഹായിക്കും. പ്രോബ്ലം ഏരിയാസ് അറിയുന്നത് മാനേജ്മെന്റിന് ഫ്യൂച്ചറിൽ വേണ്ട നടപടികൾ എടുക്കാൻ സഹായിക്കും. ബ്രൈറ്റ് ഏരിയാസ് കൂടുതൽ മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇവയെല്ലാം നോക്കുമ്പോൾ റേഷ്യോസ് എന്നത് ഒരു എ മീൻസ് ടു ആൻ എൻഡ്, അതായത് ഒരു ലക്ഷ്യം കൈവരിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ മാത്രമാണ്, പക്ഷെ സ്വയം ഒരു ലക്ഷ്യമല്ല. അവയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ ആയിട്ടും അതേപോലെ വിസിൽ ബ്ലോവർ ആയിട്ടും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റേഷ്യോ അനാലിസിസിന്റെ പ്രധാന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ എഫിഷ്യൻസി ഓഫ് ഡിസിഷൻസ്. റേഷ്യോ അനാലിസിസ് ഉപയോഗിച്ച് ബിസിനസ് ശരിയായ ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ് ഡിസിഷൻസ് എടുത്തോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ സഹായിച്ചോ എന്നതും റേഷ്യോ അനാലിസിസ് എന്ത് ചെയ്യും, സൂചിപ്പിക്കുന്നുണ്ട്. സിംപ്ലിഫൈ കോംപ്ലക്സ് ഫിഗേഴ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ്. അക്കൗണ്ടിങ് ഫിഗേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് നമ്പേഴ്സ് വളരെ കോംപ്ലക്സ് ആവാം. റേഷ്യോസ് അവയെ സിമ്പിളാക്കി അവയുടെ റിലേഷൻഷിപ്പ് വ്യക്തമായിട്ട് കാണിച്ചു തരും. ഇത് മാനേജീരിയൽ എഫിഷ്യൻസി, ബിസിനസിന്റെ ക്രെഡിബിലിറ്റി, ഏർണിംഗ് കപ്പാസിറ്റി തുടങ്ങിയവ അസസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, ഹെൽപ്പ് ഇൻ കമ്പാരിറ്റീവ് അനാലിസിസ്.
റേഷ്യോസ് ഒരു വർഷത്തിന് മാത്രം വേണ്ടിയല്ല, പല വർഷങ്ങളിലെ റേഷ്യോസ് സൈഡ് ബൈ സൈഡ് നോക്കുമ്പോൾ ബിസിനസ്സിലുള്ള ട്രെൻഡ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ട്രെൻഡ് അനാലിസിസ് ഫ്യൂച്ചറിലുള്ള പ്രൊജക്ഷൻസ് തയ്യാറാക്കാനും വളരെയധികം ഉപകരിക്കും. ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലംസ്. റേഷ്യോസ് ഉപയോഗിച്ച് ബിസിനസ്സിലെ പ്രോബ്ലംസ്, ശ്രദ്ധ വേണ്ട ഭാഗങ്ങളെയും അതേപോലെ ബ്രൈറ്റ് ഏരിയസ്, നന്നായി പ്രവർത്തിക്കുന്ന ഭാഗങ്ങളെയും കണ്ടെത്താനായിട്ട് കഴിയും. പ്രോബ്ലം ഏരിയാസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഏരിയാസ്, ബ്രൈറ്റ് ഏരിയാസ് പറഞ്ഞാൽ ആ ഏരിയാസ് കുറച്ചും കൂടി നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളത്. പിന്നെ എനാബിൾ SWOT അനാലിസിസ്. റേഷ്യോ അനാലിസിസിൽ സംഭവിക്കുന്ന ചേഞ്ചസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു, അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് ബിസിനസ്സിൽ സംഭവിക്കുന്ന ചേഞ്ചസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇതിലൂടെ മാനേജ്മെന്റിന്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ് മനസ്സിലാക്കാം. അതാണ് SWOT അനാലിസിസ്. SWOT. S for strength, W for weakness, O for opportunities, T for threats. അതായത് ബിസിനസ് താനെ ഒരു SWOT അനാലിസിസ് ചെയ്യാനായിട്ട് റേഷ്യോ അനാലിസിസ് സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഹെൽപ്പ് ഇൻ വേരിയസ് കമ്പാരിസൺസ്. റേഷ്യോ അനാലിസിസ് പല തരത്തിലുള്ള കമ്പാരിസൺസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇൻട്രാ-ഫേം കമ്പാരിസൺ, ഒരേ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പല വർഷങ്ങളിലെ പെർഫോമൻസ് കമ്പയർ ചെയ്യാനായിട്ട്. ദെൻ ഇന്റർ-ഫേം കമ്പാരിസൺസ്, അതേ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് ബിസിനസ്സുകളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട്. കമ്പാരിസൺ വിത്ത് സ്റ്റാൻഡേർഡ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സും കമ്പനി ടാർഗറ്റ്സും കുറിച്ച് കമ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ റേഷ്യോ അനാലിസിസിന്റെ പ്രധാന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി ലൈക്ക് എ കോയിൻ, ഒരു ഇതിന് രണ്ട് വശങ്ങളുണ്ട് അല്ലെ. അപ്പൊ അഡ്വാൻറ്റേജസ് ഉള്ള പോലെ തന്നെ റേഷ്യോ അനാലിസിസിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാകുന്ന ഏതൊരു വീക്ക്നെസ്സും റേഷ്യോ അനാലിസിസിലും എന്ത് ചെയ്യും, പ്രതിഫലിപ്പിക്കും. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് റേഷ്യോ അനാലിസിസിന്റെ കൂടെ എന്താണ്, ലിമിറ്റേഷൻസ് ആണ്. അതിനാൽ റേഷ്യോസ് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ യൂസേഴ്സിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്ന റൂൾസ്, നേച്ചർ, ലിമിറ്റേഷൻസ് എന്നിവ മനസ്സിലാക്കേണ്ടതാണ്. റേഷ്യോ അനാലിസിസിന്റെ പ്രധാന ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് ഡാറ്റ. അക്കൗണ്ടിങ് ഡാറ്റകളിൽ സംടൈംസ് എക്സാക്റ്റ് അല്ല, കാരണം അവയിൽ റെക്കോർഡഡ് ഫാക്ട്സ്, അക്കൗണ്ടിങ് കൺവെൻഷൻസ്, പേഴ്സണൽ ജഡ്ജ്മെന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, പ്രോഫിറ്റ് എന്നത് ഒരു ഫൈനൽ എക്സാക്ട് ഫിഗർ ആവണമെന്നില്ല. അത് അക്കൗണ്ടന്റിന്റെ ജഡ്ജ്മെന്റ് ആവാം, ഡിപ്രീസിയേഷൻ മെത്തേഡ്, വാല്യുവേഷൻ മെത്തേഡ് മുതലായ പോളിസീസ് അനുസരിച്ചിട്ട് അത് മാറും. അതുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് കാണിക്കണമെന്നില്ല. അതുപോലെ റേഷ്യോസും ട്രൂ പിക്ചർ തരണമെന്നില്ല. പിന്നെ ഇഗ്നോർ പ്രൈസ് ലെവൽ ചേഞ്ചസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റേബിൾ മണി മെഷർമെന്റ് പോളിസി അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ലെവൽ ചേഞ്ചസ്, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ മണി വാല്യൂ മാറുന്ന സാഹചര്യത്തിൽ ഡിഫറെന്റ് ഇയേഴ്സിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർ ചെയ്യുക എന്നുള്ളത് മീനിങ് ഫുൾ അല്ല. കേരളം പോലുള്ള ഒരു ഇൻഫ്ലേഷണറി എക്കണോമിയിൽ ഇതൊരു വലിയ ലിമിറ്റേഷൻ തന്നെയാണ്. പിന്നെ ഇഗ്നോർസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് നോൺ മോണിറ്ററി ആസ്പെക്ട്സ്. അക്കൗണ്ടിങ് മോണിറ്ററി ഡാറ്റ മാത്രം റെക്കോർഡ് ചെയ്യുന്നതാണ്. സർവീസ് ക്വാളിറ്റി, എംപ്ലോയി എഫിഷ്യൻസി, ഗുഡ് വിൽ, ബ്രാൻഡ് വാല്യൂ പോലുള്ള ക്വാളിറ്റേറ്റീവ് നോൺ മോണിറ്ററി കാര്യങ്ങൾ റേഷ്യോസ് ക്യാപ്ചർ ചെയ്യുന്നില്ല. വേരിയേഷൻ ഇൻ അക്കൗണ്ടിങ് പ്രാക്ടീസസ്. വ്യത്യസ്ത കമ്പനികൾ വ്യത്യസ്ത അക്കൗണ്ടിങ് പോളിസീസ് ഉപയോഗിക്കും. ഇൻവെന്ററി വാല്യുവേഷന് ചില കമ്പനീസ് ഫിഫോ മെത്തേഡ് ആവും, അല്ലെങ്കിൽ ലിഫോ മെത്തേഡ് ആവും, അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ആവാം യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഡിഫറെന്റ് കമ്പനീസ് ഡിഫറെന്റ് വാല്യുവേഷൻ യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ മെത്തേഡ് ആണെങ്കിൽ ചില കമ്പനി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആയിരിക്കും, ചില കമ്പനീസ് എന്താണ് റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വ്യത്യാസങ്ങൾ കാരണം രണ്ട് ഫേംസിന്റെ റേഷ്യോസ് കമ്പയർ ചെയ്യുന്നത്, അതായത് ക്രോസ് സെക്ഷണൽ അനാലിസിസ് അക്യുറേറ്റ് ആവണമെന്ന് ഇല്ല. ഫോർകാസ്റ്റിംഗ് ലിമിറ്റേഷൻ.
ഹിസ്റ്റോറിക്കൽ റേഷ്യോ മാത്രം ഉപയോഗിച്ചിട്ട് ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഫ്യൂച്ചറിനെ പൂർണ്ണമായിട്ടും ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല. ഫ്യൂച്ചർ ട്രെൻഡ്സ് മനസ്സിലാക്കാൻ നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ കൺസിഡർ ചെയ്യണം. പിന്നെ എന്താ പറയുക, റേഷ്യോയുടെ തന്നെ സ്വഭാവത്തിലുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് റേഷ്യോ ഇറ്റ് ഈസ് എ മീൻസ് നോട്ട് ആൻ എൻഡ്. റേഷ്യോ എന്ന് പറയുന്നത് ഒരു ടൂൾ മാത്രമാണ്, അതൊരു സ്വയം സൊല്യൂഷൻ അല്ല. ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ് എന്ത്, റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് കനോട്ട് റിസോൾവ് പ്രോബ്ലംസ്. റേഷ്യോ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യും, പക്ഷെ സൊല്യൂഷൻ നൽകില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ വിസിൽ ബ്ലോവർ, അതൊരു വിസിൽ ബ്ലോവർ മാത്രമാണ്. ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻസ്. റേഷ്യോ അനാലിസിസിൽ ഉപയോഗിക്കുന്ന ചില ടേംസിന് യൂണിവേഴ്സൽ ഡെഫിനിഷൻസ് ഇല്ല. ഉദാഹരണം ലിക്വിഡ് ലയബിലിറ്റീസ്. ചിലപ്പോൾ ലിക്വിഡ് ലയബിലിറ്റീസ് പറഞ്ഞാൽ എല്ലാ കറണ്ട് ലയബിലിറ്റീസും ലിക്വിഡ് ലയബിലിറ്റീസിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോഴാണെന്നുണ്ടെങ്കിലോ കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും എന്ത്, ലിക്വിഡ് ലയബിലിറ്റീസ് ഉണ്ടാവുക. അപ്പൊ ഇതുപോലുള്ള വേരിയേഷൻസ് കാൽക്കുലേഷൻസിൽ എന്ത് സൃഷ്ടിക്കും, കൺഫ്യൂഷൻസ് സൃഷ്ടിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നോ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഐഡിയൽ റേഷ്യോസ്. എത്രയായാൽ റേഷ്യോസ് ഐഡിയൽ എന്ന് പറയാം എന്നുള്ളതിന് യൂണിവേഴ്സൽ ആയിട്ട് യാതൊരു സ്റ്റാൻഡേർഡും തന്നെ ഇന്ത്യയിൽ ഇല്ല. ഇന്ത്യയിൽ ഇൻഡസ്ട്രി ആവറേജസ് പോലും പലപ്പോഴും എന്താണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല. പിന്നെ റേഷ്യോസ് ബേസ്ഡ് ഓൺ അൺറിലേറ്റഡ് ഫിഗേഴ്സ് ആർ മീനിങ്ലെസ്. റേഷ്യോ ബേസ്ഡ് ഓൺ അൺറിലേറ്റഡ് ഫിഗേഴ്സ് ആർ മീനിങ്ലെസ്. ബന്ധമില്ലാത്ത രണ്ട് ഫിഗേഴ്സ് ഉപയോഗിച്ച് റേഷ്യോ കണക്കാക്കുന്നത് ഉപയോഗമില്ലാത്തതും അതേപോലെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കാരണമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് 1 lakh ഉണ്ട്, ഫർണിച്ചറും 1 lakh ഉണ്ട്. അപ്പൊ അവിടെ റേഷ്യോ എങ്ങനെയാ വരിക, 1:1. അബ്സല്യൂട്ട്ലി മീനിങ്ലെസ് ആണ്, കാരണം ഇവ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റേഷ്യോ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി കെയർഫുള്ളി അതേപോലെ ഇന്റലിജന്റ്ലി ഉപയോഗിച്ചാൽ മാത്രമേ ബിസിനസ് പെർഫോമൻസ് ശരിയായി വിലയിരുത്താനും അതേപോലെ ഫ്യൂച്ചർ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാനും സാധിക്കുള്ളൂ. റേഷ്യോ അനാലിസിസ് വെച്ചിട്ട് സാധിക്കുള്ളൂ. ടൈപ്സ് ഓഫ് റേഷ്യോസ്. റേഷ്യോസ് ജനറലി 2 തരം രീതിയിലായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ട്രഡീഷണൽ ക്ലാസിഫിക്കേഷനും ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനും. ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നുള്ള ഡാറ്റയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതായത് റേഷ്യോയിലെ 2 വേരിയബിൾസ് ഏത് സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് വരുന്നത് എന്ന് നോക്കിയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോസ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നുള്ള 2 വേരിയബിൾസ് ഉപയോഗിച്ചാണ് ഈ റേഷ്യോ കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതാണ് എന്ത്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോസ്. ഈ 2 ഫിഗേഴ്സും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബാലൻസ് ഷീറ്റ് റേഷ്യോസ്. ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള 2 ഫിഗേഴ്സ് എടുത്ത് കണക്കാക്കുന്ന റേഷ്യോസ് ആണ് എന്ത്, ബാലൻസ് ഷീറ്റ് റേഷ്യോസ് എന്ന് പറയുന്നത്. കറന്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്, അതാണ് എന്ത്, കറന്റ് റേഷ്യോസ്. 2 ഫിഗേഴ്സും ബാലൻസ് ഷീറ്റിൽ നിന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കറന്റ് അസറ്റും ബാലൻസ് ഷീറ്റിൽ നിന്നാണ്, കറന്റ് ലയബിലിറ്റീസും ബാലൻസ് ഷീറ്റിൽ നിന്നാണ്. പിന്നെ കോമ്പോസിറ്റ് റേഷ്യോസ്. ഒരു ഫിഗർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും മറ്റൊന്ന് ബാലൻസ് ഷീറ്റിൽ നിന്നും എടുക്കുമ്പോൾ അതിനെ കോമ്പോസിറ്റ് റേഷ്യോ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡഡ് ബൈ ട്രേഡ് റിസീവബിൾസ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ട്രേഡ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോസ്. ഇവിടെ ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ട്രേഡ് റിസീവബിൾസ് ബാലൻസ് ഷീറ്റിലും ഉള്ളതാണ്. ഓക്കെ, അപ്പൊ ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ പ്രാക്ടിക്കൽ ലൈഫിൽ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ബിസിനസിന്റെ മെയിൻ പർപ്പസ് പ്രോഫിറ്റബിലിറ്റി, ഫിനാൻഷ്യൽ പൊസിഷൻ, എഫിഷ്യൻസി തുടങ്ങിയവയൊക്കെ അസസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ റേഷ്യോസ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള പർപ്പസ്, അതായത് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റേഷ്യോസ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള പർപ്പസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷന്റെ അണ്ടറിൽ വരുന്നതാണ് ഏതൊക്കെ,
ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഒക്കെ. അപ്പൊ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഷോർട്ട് ടേം കമ്മിറ്റ്മെന്റ്സ് മീറ്റ് ചെയ്യാനുള്ള ലിക്വിഡ് ഫണ്ട്സ് വേണം ബിസിനസ്. അപ്പൊ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് സമയത്ത് പണം അടയ്ക്കാൻ കഴിയുന്ന ശേഷിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ എബിലിറ്റി മെഷർ ചെയ്യാനുള്ള റേഷ്യോ ആണ് എന്ത്, ലിക്വിഡിറ്റി റേഷ്യോസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തത് സോൾവൻസി റേഷ്യോ. ബിസിനസിന്റെ ലോങ് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് സോൾവൻസി എന്ന് പറയുന്നത്. പർട്ടിക്കുലർലി എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, അതായത് ബാങ്ക്, ലെൻഡേഴ്സ്, ഇവരോടുള്ള ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് സോൾവൻസി റേഷ്യോ. അപ്പൊ ഈ ലോങ് ടേം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാനുള്ള റേഷ്യോ ആണ് എന്ത്, സോൾവൻസി റേഷ്യോ. അടുത്തത് ആക്ടിവിറ്റി ഓർ ടേൺ ഓവർ ഓർ എഫിഷ്യൻസി റേഷ്യോ. ബിസിനസിന്റെ റിസോഴ്സസ് എത്ര എഫിഷ്യന്റ് ആയിട്ട്, കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മെഷർ ചെയ്യുന്നതാണ് ആക്ടിവിറ്റി റേഷ്യോ. ഓപ്പറേഷൻസിന്റെ എഫിഷ്യൻസി അനലൈസ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ എഫിഷ്യൻസി റേഷ്യോ എന്നും വിളിക്കും. നെക്സ്റ്റ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്നുള്ള രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷനോട് പ്രോഫിറ്റ് കമ്പയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ബിസിനസ്സിലെ എംപ്ലോയിഡ് അസറ്റ്സ് അല്ലെങ്കിൽ ഫണ്ട്സിനോട് പ്രോഫിറ്റ് കമ്പയർ ചെയ്യുന്നതോ ആണ്. അപ്പൊ ഇവയെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന റേഷ്യോസ് ആണ് എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ലിക്വിഡിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോയില് ബിസിനസിന്റെ ഷോർട്ട് ടേം സോൾവൻസി മെഷർ ചെയ്യാനായിട്ട് കണക്കാക്കുന്ന ഒരു റേഷ്യോ ആണ്. ഒരു ഓർഗനൈസേഷന്റെ കറന്റ് ഒബ്ലിഗേഷൻ സമയത്ത് തീർക്കാനായിട്ട് കഴിയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ലിക്വിഡിറ്റി റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ അനാലിസിസ് ബാലൻസ് ഷീറ്റിൽ കാണുന്ന കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും ഇടയിലുള്ള റിലേഷൻഷിപ്പ് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു എന്താ പറയാ, ലിക്വിഡിറ്റി റേഷ്യോയിൽ വരുന്ന രണ്ട് പ്രധാന റേഷ്യോസ് അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട രണ്ട് പ്രധാന റേഷ്യോസ് എന്ന് പറയുന്നത് ഒന്ന് കറന്റ് റേഷ്യോ പിന്നൊന്ന് ക്വിക്ക് റേഷ്യോയും ആണ്. കറന്റ് റേഷ്യോ. കറന്റ് റേഷ്യോ എന്നത് കറന്റ് അസറ്റിനും കറന്റ് ലയബിലിറ്റീസിനും ഇടയിലുള്ള റേഷ്യോ ആണ്. അത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? കറന്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു കറന്റ് അസറ്റ് ഈസ് ടു കറന്റ് ലയബിലിറ്റീസ്, അല്ലെങ്കിൽ കറന്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു കറന്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്. കറന്റ് അസറ്റ് എന്നതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? കറന്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെന്ററീസ്, ട്രേഡ് റിസീവബിൾസ്, ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ബിൽ റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അഡ്വാൻസ് ടാക്സ്, അക്രൂഡ് ഇൻകം തുടങ്ങിയ അതർ കറന്റ് അസറ്റ്സ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇനി കറന്റ് ലയബിലിറ്റീസ് എന്നതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഷോർട്ട് ടേം ബോറോയിങ്സ്, ട്രേഡ് പേയബിൾസ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ബിൽ റിസീവബിൾസ്, പിന്നെ അതർ കറന്റ് ലയബിലിറ്റീസ്, ഷോർട്ട് ടേം പ്രൊവിഷൻസ്, ഇതെല്ലാം കറന്റ് ലയബിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കറന്റ് അസറ്റ്സ് എത്രമാത്രം കറന്റ് ലയബിലിറ്റീസിനെ കവർ ചെയ്യുന്നു എന്നതിന്റെ ഒരു അളവാണ് കാണിക്കുന്നത്. കറന്റ് അസറ്റുകൾ കറന്റ് ലയബിലിറ്റീസിനെക്കാട്ടിലും കൂടുതലാകുന്ന ഭാഗം, കറന്റ് അസറ്റ്സ് കറന്റ് ലയബിലിറ്റീസിനെക്കാട്ടിലും കൂടുതലാകുന്ന ആ ഒരു ഭാഗം കറന്റ് അസറ്റ്സിന്റെ റിയലൈസേഷനിലും അല്ലെങ്കിൽ ഫണ്ട്സിന്റെ ഫ്ലോയിലും ഉണ്ടാവുന്ന അൺസർട്ടനിറ്റിക്കെതിരെ ഒരു സേഫ്റ്റി മാർജിൻ ആണ് നൽകുന്നത്. ഈ റേഷ്യോ റീസണബിൾ ആയിരിക്കണം. ഒരുപാട് കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. ഒരുപാട് കൂടിയാലും ഒരുപാട് കുറഞ്ഞാലും അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. അപ്പൊ വെരി ഹൈ കറന്റ് റേഷ്യോ ഉണ്ടെങ്കിൽ കറന്റ് അസറ്റ്സിലേക്ക് അമിതമായ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതായിട്ടാണ് അർത്ഥമാക്കുന്നത്. ഇത് റിസോഴ്സസിന്റെ അണ്ടർ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഇംപ്രോപ്പർ യൂട്ടിലൈസേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു നല്ല സൈൻ അല്ല, അല്ലെങ്കിൽ ഇതൊരു നല്ല ലക്ഷണമല്ല. ലോ കറന്റ് റേഷ്യോ ഉണ്ടെന്നുണ്ടെങ്കിലോ ബിസിനസിനെ അപകടത്തിലാക്കുന്ന വിധം, ഷോർട്ട് ടേം അപകടത്തിലാക്കുന്ന വിധമാണ് അതിന്റെ ആ ഒരു ബിസിനസിന്റെ നടത്തിപ്പ്. അതേപോലെ തന്നെ ഷോർട്ട് ടേം ഡെപ്റ്റ്സ് സമയം പാലിച്ച് അല്ലെങ്കിൽ സമയത്തിനുള്ളിൽ അടയ്ക്കാനായിട്ട് കഴിയാത്ത സാഹചര്യം ഉണ്ടാവാം എന്നതുമാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്തത്. ഇത് തുടർന്നാൽ ഫേമിന്റെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം.
അപ്പോൾ പൊതുവെ ഈ ഒരു കറണ്ട് റേഷ്യോ 2:1 എന്ന പരിധിയിലായാൽ നമ്മൾ സേഫ് ആണ് എന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ. ക്യുക്ക് അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ എന്നത് ക്യുക്ക് അസറ്റ്സിനെ കറണ്ട് ലയബിലിറ്റീസിനോടുള്ള അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസിനോട് താരതമ്യം ചെയ്യുന്ന ഒരു റേഷ്യോ ആണ്. ഇത് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാം? ക്യുക്ക് റേഷ്യോ ഇസ് ഈക്വൽ ടു ക്യുക്ക് അസറ്റ് ഈസ് ടു കറണ്ട് ലയബിലിറ്റീസ്, അല്ലെങ്കിൽ ക്യുക്ക് റേഷ്യോ ഇസ് ഈക്വൽ ടു ക്യുക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ക്യുക്ക് അസറ്റ് എന്നത് വെരി ക്വിക്ക്ലി ക്യാഷായി മാറ്റാൻ കഴിയുന്ന അസറ്റ്സ് ആണ്. ക്യുക്ക് അസറ്റ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാം? ഇൻവെന്ററീസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അഡ്വാൻസ് ടാക്സ് പോലുള്ള നോൺ ലിക്വിഡ് അസറ്റിനെ കറണ്ട് അസറ്റിൽ നിന്ന് ഒഴിവാക്കുന്നു. ഓക്കെ, നോൺ ലിക്വിഡ് കറണ്ട് അസറ്റ്സ് ഒഴിവാക്കുന്നതിനാൽ ബിസിനസിന്റെ ലിക്വിഡിറ്റി അസസ് ചെയ്യുന്നതിൽ കറണ്ട് റേഷ്യോവിനേക്കാളും കൂടുതൽ ഇത് റിലയബിൾ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ലിക്വിഡിറ്റി പൊസിഷന് ഒരു സപ്ലിമെന്ററി ചെക്ക് ആണെന്നും അതുകൊണ്ട് തന്നെ ഇതിനെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നും വിളിക്കുന്നുണ്ട്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഒരു റേഷ്യോ ബിസിനസിനെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് വിത്തൗട്ട് എനി ഡിഫിക്കൽട്ടീസ് നിറവേറ്റാൻ കഴിയുന്ന ആ ഒരു എന്താ പറയാ ശേഷിയാണ് ഇവിടെ അളക്കുന്നത്. സാധാരണയായിട്ട് 1:1 എന്ന ക്യുക്ക് റേഷ്യോ സേഫ് ആണെന്നാണ് കരുതപ്പെടുന്നത്. റേഷ്യോ വളരെ ലോ ആണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് ഷോർട്ട് ടേം ഡെറ്റ്സ് അടയ്ക്കുന്നതിൽ റിസ്ക് ഉണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. റേഷ്യോ വളരെ ഹൈ ആണെന്നുണ്ടെങ്കിലോ ബിസിനസ് റിസോഴ്സസ് അൺനെസസറിലി കുറച്ച് ലാഭം നൽകുന്ന ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നതായിട്ടാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.